മുമ്പിൽ പോകുന്ന വാഹനത്തിൻ്റെ ഏത് വശത്തുകൂടി ഓവർടേക്ക് ചെയ്യണം? വലതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്യാവുന്നതാണ്. ഇടതുവശത്തു സ്ഥലമുണ്ടെങ്കിൽ ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്യാവുന്നതാണ്. ഇടതുവശത്തുകൂടി മാത്രം ഓവർടേക്ക് ചെയ്യാവുന്നതാണ്. ഉത്തരം വലതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്യാവുന്നതാണ്. ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? മുന്നിലേക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. വൺ വേ. വേഗത നിയന്ത്രണം അവസാനിച്ചു. ഉത്തരം വൺ വേ. രാത്രികാലങ്ങളിൽ വാഹനം പൊതുസ്ഥലത്ത് പാർക്ക് ചെയ്യുമ്പോൾ വാഹനം പൂട്ടിയിരിക്കണം. ആ വാഹനം ഓടിക്കാൻ ലൈസൻസ് ഉള്ള ആൾ ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടായിരിക്കണം. പാർക്ക് ലൈറ്റ് തെളിയിച്ചിരിക്കണം. ഉത്തരം പാർക്ക് ലൈറ്റ് തെളിയിച്ചിരിക്കണം. ഒരു ട്രാൻസ്പോർട്ട് വാഹനം എങ്ങനെ തിരിച്ചറിയാം? വാഹനത്തിൻ്റെ ടയർ നോക്കി, വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് നോക്കി, വാഹനത്തിൻ്റെ നിറം നോക്കി. ഉത്തരം വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് നോക്കി. ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? മുമ്പോട്ടോ ഇടത്തോട്ടോ മാത്രം പോവുക. മുമ്പോട്ടും ഇടത്തോട്ടും റോഡുണ്ട്. ഇടത്തോട്ട് തിരിഞ്ഞ് പോവുക. ഉത്തരം മുമ്പോട്ടോ ഇടത്തോട്ടോ മാത്രം പോവുക. ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? കാൽനട യാത്രക്കാർക്കുള്ള വഴി. കാൽനട യാത്രക്കാർ റോഡ് മുറിച്ച് കടക്കുന്ന സ്ഥലം. കാൽനട യാത്രക്കാർക്ക് നിരോധനം. ഉത്തരം കാൽനട യാത്രക്കാർക്ക് നിരോധനം. യു ടേൺ തിരിയുവാൻ നൽകേണ്ട സിഗ്നൽ ഏത്? വാഹനം വേഗത കുറക്കുന്നതിനുള്ള സിഗ്നൽ, ഇടത്തോട്ട് തിരിയുന്നതിനുള്ള സിഗ്നൽ, വലത്തോട്ട് തിരിയാനുള്ള സിഗ്നൽ. ഉത്തരം വലത്തോട്ട് തിരിയാനുള്ള സിഗ്നൽ. ലേണേഴ്സ് ലൈസൻസിൻ്റെ കാലാവധി സ്ഥിര ലൈസൻസ് കിട്ടുന്നതുവരെ 6 മാസം, 1 വർഷം. ഉത്തരം 6 മാസം. കാൽനടയാത്രക്കാർ നടപ്പാതയില്ലാത്ത റോഡിൻ്റെ ഏത് വശത്തുകൂടി നടക്കണം? വലതുവശത്തുകൂടി നടക്കാവുന്നതാണ്. ഇടതുവശത്തുകൂടി നടക്കാവുന്നതാണ്. ഇരുവശത്തുകൂടിയും നടക്കാവുന്നതാണ്. ഉത്തരം വലതുവശത്തുകൂടി നടക്കാവുന്നതാണ്. ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? വലതുവശത്തേക്ക് നിർബന്ധമായും തിരിഞ്ഞു പോവുക. വലതുവശത്ത് പാർക്ക് ചെയ്യാവുന്നതാണ്. വലതുവശത്ത് പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നു. ഉത്തരം വലതുവശത്ത് പാർക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യൂ. നിങ്ങൾ ഓടിക്കുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ വാഹനം ഓടിച്ച് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കും. വാഹനം നിർത്തിയിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കും. പരിക്ക് പറ്റിയയാൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുകയും 24 മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്യും. ഉത്തരം പരിക്ക് പറ്റിയ ആൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുകയും 24 മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്യും. ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? ഭാരം കയറ്റിയ വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു. ട്രക്കുകൾ നിരോധിച്ചിരിക്കുന്നു. വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു.
ഉത്തരം ട്രക്കുകൾ നിരോധിച്ചിരിക്കുന്നു. ഒരു ഡ്രൈവർ തൻ്റെ വാഹനം കഴിവതും റോഡിൻ്റെ ഇടതുവശം ചേർന്ന് ഓടിക്കണം, മധ്യഭാഗത്തു കൂടി ഓടിക്കണം, വലതുവശം ചേർന്ന് ഓടിക്കണം. ഉത്തരം ഇടതുവശം ചേർന്ന് ഓടിക്കണം. സീബ്ര ക്രോസിംഗിൽ കാൽനടക്കാർ റോഡ് മുറിച്ച് കടക്കാനുള്ള ഭാവത്തിൽ നിൽക്കുന്നു. ആ സമയം വാഹനം ഓടിച്ചെത്തുന്ന നിങ്ങൾ വേഗത കുറച്ച് കടന്നു പോകണം, ഹോണടിച്ച് മുന്നറിയിപ്പ് കൊടുത്ത് കടന്നു പോകണം, വാഹനം നിർത്തി കാൽനടക്കാർ റോഡ് മുറിച്ച് കടക്കുന്നതുവരെ കാത്തു നിൽക്കണം. ഉത്തരം വാഹനം നിർത്തി കാൽനടക്കാർ റോഡ് മുറിച്ച് കടക്കുന്നതുവരെ കാത്തു നിൽക്കണം. ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? വലത്തോട്ട് മാത്രം തിരിയുക, മുമ്പിൽ റോഡ് വലത്തോട്ട് വളയുന്നു, വലത്തോട്ട് റോഡുണ്ട്. ഉത്തരം വലത്തോട്ട് മാത്രം തിരിയുക. ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? കാർ പാർക്കിംഗ്, കുത്തനെയുള്ള ഇറക്കം, കാറുകൾ നിരോധിച്ചിരിക്കുന്നു. ഉത്തരം കുത്തനെയുള്ള ഇറക്കം. പുറകോട്ട് വാഹനമോടിക്കുവാൻ പാടില്ലാത്ത റോഡ്, ഇറക്കമുള്ള റോഡ്, കയറ്റമുള്ള റോഡ്, വൺ വേ. ഉത്തരം വൺ വേ. വാഹനം കയറ്റം കയറുമ്പോഴും ഇറങ്ങുമ്പോഴും കയറ്റം കയറി വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന കൊടുക്കണം, കയറ്റം ഇറങ്ങുന്ന വാഹനങ്ങൾക്ക് മുൻഗണന കൊടുക്കണം, ആരെയും പരിഗണിക്കേണ്ടതില്ല. ഉത്തരം കയറ്റം കയറി വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന കൊടുക്കണം. ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താനുള്ള സിഗ്നൽ, വലതുവശത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കടന്നു പോകുവാൻ കാണിക്കുന്ന സിഗ്നൽ, ഇടതുവശത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കടന്നു പോകുവാൻ കാണിക്കുന്ന സിഗ്നൽ. ഉത്തരം വലതുവശത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കടന്നു പോകുവാൻ കാണിക്കുന്ന സിഗ്നൽ. ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? വാഹനം നിർത്താൻ പോകുന്നു, വേഗത കുറക്കാൻ പോകുന്നു, ഓവർടേക്ക് ചെയ്യാൻ അനുവാദം നൽകുന്നു. ഉത്തരം വാഹനം നിർത്താൻ പോകുന്നു. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യൂ.